ക്ലാസ്സുകളിലായി നമ്മൾ കേരള ഫാക്സ് പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യ ഫാക്സിലേക്ക് കടന്നു. ഇന്ത്യയുടെ കുറച്ച് ദേശീയ പ്രതീകങ്ങളും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനം, ദേശീയ ഗീതം തുടങ്ങിയ ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ഏതാണ് നമ്മുടെ ദേശീയ ഗാനം? ജനഗണമനയാണ്. ദേശീയ ഗാനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആന്തമെറ്റോളജിയാണ്. അപ്പൊ സ്റ്റഡി ഓഫ് നാഷണൽ ആന്തം, ദേശീയ ഗാനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആന്തമെറ്റോളജി എന്ന് വിളിക്കുന്നു. ആന്തമെറ്റോളജി. നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണെന്ന് നമ്മൾ പറഞ്ഞു. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. നെക്സ്റ്റ് വൺ, അദ്ദേഹം ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിലാണ്. അപ്പൊ ജനഗണമന ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. നെക്സ്റ്റ് വൺ, അത് ഏത് രാഗത്തിലാണ്? രാഗം ശങ്കരാഭരണം രാഗത്തിലാണ്. ശങ്കരാഭരണം രാഗത്തിൽ. ആരാണ് അതിന് ഈണം നൽകിയിരിക്കുന്നത്, സംഗീതം നൽകിയിരിക്കുന്നത്? ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ്. ആരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ഇപ്പൊ ബംഗാളി ഭാഷയിലുള്ള ശങ്കരാഭരണം രാഗത്തില് ഈണം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ഇനി നെക്സ്റ്റ് വൺ, ഇതിന് ഒരു ഇംഗ്ലീഷ് പരിഭാഷയുണ്ട് അത്രേ. ആ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. എന്താണ്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആരെന്നെയാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത്? ടാഗോർ തന്നെയാണ്. ധാരാളം കൃതികളൊക്കെ രചിച്ചിട്ടുള്ള, ധാരാളം ഇംഗ്ലീഷിൽ നല്ല പരിജ്ഞാനമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും നടത്തിയിരിക്കുന്നത്. പേരിട്ടിരിക്കുന്നത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. നോക്കൂ, ഇനി ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അത്രേ. ഹിന്ദി ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത് ആബിദ് അലി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ആബിദ് അലി എന്ന് പറയുന്ന വ്യക്തിയാണ്. നെക്സ്റ്റ് വൺ, ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതോ? കുറ്റിപ്പുറത്ത് കേശവൻ നായരും. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കുറ്റിപ്പുറം കേശവൻ നായർ. ഇനി ഈ ജനഗണമന ആലപിക്കാൻ ഇത്ര സമയം വേണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആവശ്യം പോലെ സമയമൊന്നും എടുത്ത് പാടാൻ പറ്റിയൊരു കാര്യമല്ല. അതിനൊരു നിശ്ചിത സമയമൊക്കെ ഉണ്ട്. 52 സെക്കൻഡ് കൊണ്ട് നമ്മളത് പാടി അവസാനിപ്പിക്കണം. സ്കൂളിലൊക്കെ നമ്മൾക്ക് ജനഗണമനയ്ക്ക് ആലപിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ അതിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു സമയം കൂടെ നോക്കിയിട്ടാണ്. മനസ്സിലാവുണ്ടോ? 52 സെക്കൻഡ് കൊണ്ട് നമ്മളത് പാടി അവസാനിപ്പിച്ചോളാം. അങ്ങനെയാണ്. അപ്പൊ ആലപിക്കാൻ എത്ര സെക്കൻഡ് വേണം? 52 സെക്കൻഡ്. കുറേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി 52 സെക്കൻഡ് കൊണ്ട് മാത്രമേ പാടാൻ പറ്റുള്ളൂ? അല്ല, അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചുരുക്കി, അങ്ങനെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ടും ഇത് ആലപിക്കാം. അങ്ങനെ ജനഗണമന ആലപിക്കുക ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ആലപിക്കാം? ഷോർട്ട് വേർഷൻ ആലപിക്കാൻ എത്ര സമയം വേണം എന്നൊക്കെ ചോദിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം 20 സെക്കൻഡ്. അപ്പൊ 20 സെക്കൻഡ് കൊണ്ട് ഇത് നമുക്ക് പാടി അവസാനിപ്പിക്കാനും പറ്റും. അപ്പൊ ഒന്നും കൂടി നമ്മൾ ഈ പറഞ്ഞത് വീണ്ടും പറയാം. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗാനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ ആന്തമെറ്റോളജി എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം രചിച്ച ഭാഷ ബംഗാളി ഭാഷയാണ്. ഇനി ഈ ജനഗണമനയ്ക്ക് ഏത് രാഗത്തിലാണ് എന്ന് ചോദിക്കാച്ചാൽ നമ്മൾ പറയും ശങ്കരാഭരണം രാഗത്തിലാണ്. അതിന് സംഗീതം അല്ലെങ്കിൽ ഈണം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ആരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. നെക്സ്റ്റ് വൺ, ഇംഗ്ലീഷ് പരിഭാഷ. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയത് ആര്? ടാഗോർ തന്നെയാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് വിളിക്കുന്ന പേരെന്താണ്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. നെക്സ്റ്റ് വൺ, ഇതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ നടത്തിയത് ആരാണ്? ആബിദ് അലി. ആരാണ്? ആബിദ് അലി. ഇനി മലയാളം ട്രാൻസ്ലേഷൻ നടത്തിയത് ആരാണ്? മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കുറ്റിപ്പുറം കേശവൻ നായർ. ആരാണ്? കുറ്റിപ്പുറം കേശവൻ നായർ. ആലപിക്കാൻ എത്ര സമയം? 52 സെക്കൻഡ് സമയം. ഷോർട്ട് വേർഷൻ ആലപിക്കാനാണെങ്കിലോ എത്ര മതി? 20 സെക്കൻഡ് മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. കുറച്ച് കാര്യങ്ങളും കൂടെ ദേശീയ ഗാനത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്.
ആദ്യം ആലപിച്ചത് ആരാണ്? ദേശീയ ഗാനം ആദ്യം ആലപിച്ചത് 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യം ആലപിച്ചത്. ആദ്യം ആലപിച്ചത് എന്നാണ് 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിനാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് കുറേയധികം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ BN ദർ ആയിരുന്നു. ആരാണ്? BN ദർ ആയിരുന്നു. 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യം ആലപിച്ചത്. ആലപിച്ച സമയത്ത് കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ദർ ആയിരുന്നു. ഇനി ആദ്യം ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരി. ആരാണ് ആദ്യം ആലപിച്ചത്? സരളാദേവി ചൗധരിയാണ് ആദ്യം ആലപിച്ചത്. ഇനി നോക്കൂ, ഇനി ഈ ജനഗണമന എങ്ങനെയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചതെന്ന്. ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത് 1912 ടാഗോർ തന്നെ എഡിറ്റർ ആയിരുന്ന തത്വബോധിനി പത്രികയില് ഭാരത ഭാഗ്യവിധാത എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിച്ചു. എങ്ങനെയാ പ്രസിദ്ധീകരിച്ച? ഭാരത ഭാഗ്യവിധാത, അല്ലാണ്ട് ജനഗണമന എന്നല്ല കേട്ടോ പ്രസിദ്ധീകരിച്ച്. 1912 ടാഗോർ എഡിറ്റർ ആയിരുന്ന തത്വബോധിനി പത്രികയിൽ ഭാരത ഭാഗ്യവിധാത എന്ന പേരിൽ 5 ഖണ്ഡികകളായി പ്രസിദ്ധീകരിച്ച ജനഗണമന, ആദ്യത്തെ ഖണ്ഡിക ഉണ്ടല്ലോ, 5 ഖണ്ഡികയില്, ആ ആദ്യത്തെ ഖണ്ഡിക എടുത്തിട്ടാണ് നമ്മൾ ജനഗണമന. ആദ്യത്തെ ഖണ്ഡികയാണ് ജനഗണമന കേട്ടോ. അതൊന്നും ആവശ്യമില്ലെങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കുക നിങ്ങൾ. ആദ്യം പ്രസിദ്ധീകരിച്ച് 1912 ടാഗോർ എഡിറ്റർ ആയിരുന്നു തത്വബോധിനി പത്രിക എന്ന് പറയുന്ന മാസികയിൽ. അവിടെ ഏത് പേരിൽ? ഭാരത് ഭാഗ്യവിധാത എന്ന പേരിൽ. ഇനി ഇന്ത്യൻ നിയമനിർമ്മാണ സഭ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഈ ജനഗണമന അംഗീകരിച്ചത്, നമ്മുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജാനുവരി 24. 1950 ജാനുവരി 24. 26 നമ്മൾ റിപ്പബ്ലിക്കായി. അപ്പൊ അതിന് 2 ദിവസം മുമ്പ് ഇത് അംഗീകരിച്ചു. ഇനി നോക്കൂ, ജയ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ജയ ഹേ ജയ ഹേ എന്ന് പറഞ്ഞിട്ട് ജയ കുറെ വേർഡ് ഉണ്ട്. ജയ എന്ന് പറഞ്ഞിട്ട് കുറെ പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ 10 തവണ ഇത് ജയ എന്ന് പറയുന്ന വാക്ക് ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത്ര. ഇനി അടുത്തത് ഇതിൽ പ്രതിപാദിക്കുന്ന പർവ്വതങ്ങളും നദികളും നമ്മൾ കേട്ടിട്ടില്ലേ? വിന്ധ്യ ഹിമാചല യമുന ഗംഗ, അങ്ങനെയാണ് നമ്മൾ ചൊല്ലുക അല്ലെ. അപ്പൊ നോക്കിയേ, വിന്ധ്യ ഹിമാലയ പർവ്വതങ്ങൾ, 2 പർവ്വതങ്ങൾ, വിന്ധ്യ ഹിമാലയ യമുന ഗംഗ. അപ്പൊ ഗംഗയും യമുനയും 2 നദികൾ. അപ്പൊ 2 നദി പ്രതിപാദിക്കുന്ന 2 നദികൾ യമുന ഗംഗ, 2 പർവ്വതങ്ങൾ വിന്ധ്യാപർവ്വതവും അതുപോലെ തന്നെ ഹിമാലയ പർവ്വതവും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയെ കുറിച്ച് പറയാനുള്ളത്. ഇതൊന്നും കൂടെ ഞാൻ പറയാം. ആദ്യം ആലപിച്ചു 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച്. ആ കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ദർ ആയിരുന്നു. അത് ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. ആദ്യം പ്രസിദ്ധീകരിച്ചു 1912 ടാഗോർ തന്നെ എഡിറ്റർ ആയിരുന്ന തത്വബോധിനി പത്രികയിൽ ഭാരത ഭാഗ്യ വിധാത എന്ന പേരിൽ 5 ഖണ്ഡികകളിലായി പ്രസിദ്ധീകരിച്ചതിന്റെ ഈ നോവലിന്റെ ഈ പദ്യത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയാണ് നമ്മൾ ജനഗണമനയായിട്ട് എടുക്കണം. ഇനി ഇത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1950 ജാനുവരി 24 നമ്മുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുകയാണ്. ജയ എന്ന വാക്ക് 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിന്ധ്യ ഹിമാലയ പർവ്വതങ്ങളെ കുറിച്ചും ഗംഗ യമുന നദികളെ കുറിച്ചും നമ്മുടെ ദേശീയ ഗാനത്തില് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. ഇനി അടുത്ത് നമുക്ക് ദേശീയ ഗീതം നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ദേശീയ ഗീതം നോക്കിയാലോ. ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം? ദേശീയ ഗീതം വന്ദേ മാതരം. എന്താണ് ഇന്ത്യയുടെ ദേശീയ ഗീതം? വന്ദേ മാതരം. ആരാണ് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം രചിച്ച വ്യക്തി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഭാഷ ഏത് ഭാഷയിൽ തന്നെയാണ്? ബംഗാളി ഭാഷയിൽ തന്നെയാണ്. ഇപ്പൊ സംസ്കൃതമാണെന്നൊക്കെ ആയിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്, പിന്നീട് അത് ബംഗാളി തന്നെയാണ്. അപ്പൊ ഇപ്പൊ 2 ഭാഷയും തമ്മിൽ ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ. ഇപ്പൊ ദേശീയ ഗാനായാലും ഗീതായാലും 2 ഏത് ഭാഷ തന്നെയാണ്? ബംഗാളി ഭാഷ. രാഗം ദേശരാഗം. നേരത്തെ നമ്മൾ ശങ്കരാഭരണം പറഞ്ഞില്ലേ, ഇവിടെ രാഗം ദേശരാഗം. ഈണം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യ. ഈണം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യ. നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. ഒന്നും കൂടെ പറയാം. ദേശീയ ഗീതം വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി.
ഭാഷ ബംഗാളി ഭാഷ, രാഗം ദേശ് രാഗം, ഈണം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യ, ജദുനാഥ് ഭട്ടാചാര്യ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയത് അരവിന്ദ ഘോഷ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയത് അരവിന്ദ ഘോഷ്. ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ പേരെന്താ? മദർ ഐ ബോ ടു മീ. എന്താണ്? മദർ ഐ ബോ ടു മീ. അതാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. ഇംഗ്ലീഷിലേക്ക് അരവിന്ദ ഘോഷ്. പേര് മദർ ഐ ബോ ടു മീ. ഇനി ആലപിക്കാൻ 65 സെക്കൻഡ് വേണം. ആലപിക്കാൻ 65 സെക്കൻഡ് വേണം. നെക്സ്റ്റ് വൺ, ആദ്യം ആലപിച്ചത് 1896 കൽക്കത്ത സമ്മേളനത്തിൽ. എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനം 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ആരായിരുന്നു ആ കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? റഹ്മത്തുള്ള സയാനി. ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി. ഇനി ഈ 1896 ആലപിച്ചുല്ലോ. ആലപിച്ചത് ആരാലപിച്ചേ? ടാഗോറാണ് ആലപിച്ചത്. അപ്പൊ ജനഗണമന രചിച്ച ടാഗോറാണ് എന്താലപിച്ചത്? വന്ദേ മാതരം ആലപിച്ചത്. അപ്പൊ ആദ്യം ആലപിച്ചത് ടാഗോറാണ്. ഇനി ഇത് എവിടുന്നാ എടുത്തിരിക്കണേ? അതായത് നമ്മുടെ വന്ദേ മാതരം ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്നാണ്. ഇനി ഈ ആനന്ദമഠം നോവല് എന്താണ് അതിലെ പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസി കലാപമാണ് കേട്ടോ. ആനന്ദമഠം നോവലിലെ പ്രമേയം എന്താണ്? സന്യാസി കലാപമാണ്. ഇനി എന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് അംഗീകരിച്ചത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇതിനെ അംഗീകരിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമനിർമ്മാണ സഭ വന്ദേ മാതരത്തെ നമ്മുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ദേശീയ ഗാനവും ഗീതവും ഒരുപോലെ തന്നെയാണ് 1950 ജനുവരി 24. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദേശീയ ഗീതം വന്ദേ മാതരം എന്ന് അംഗീകരിച്ചത് 1950 ജനുവരി 24. ഇനി എവിടെ നിന്നാണ് ഈ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്? ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്ന്. ഈ നോവലിലെ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? സന്യാസി കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി ഇത് ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യം ആലപിച്ചത്. എവിടെ വെച്ചിട്ടാണ്? 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? റഹ്മത്തുള്ള സയാനിയാണ്. അതുപോലെ തന്നെ ആലപിക്കാൻ എത്ര സെക്കൻഡ് വേണം? 65 സെക്കൻഡ് ആണ് ആവശ്യം. അപ്പോൾ ഇത്രയാണ് ദേശീയ ഗീതത്തെ കുറിച്ചിട്ട്. ഇനി നമ്മൾ ദേശീയ ഗാനം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല ഇത് രചിച്ചതും ആരെയാണ്? നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവായ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. അപ്പൊ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും ആരെന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളൊരു കുറച്ച് സമയത്തെ ഒരു ക്ലാസ് മാത്രമേ ഉണ്ടായുള്ളൂ, ദേശീയ ഗാനവും അതുപോലെ തന്നെ ദേശീയ ഗീതവും. കാരണം ഇത് വളരെ ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെറിയൊരു ക്ലാസ് ആയിട്ട് അവതരിപ്പിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട്. അപ്പൊ എന്നാൽ കുറേയധികം പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ തെറ്റാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് നമ്മൾ പിന്നെയും കേട്ട് നമ്മൾ പഠിക്കുക. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കുട്ടികളെയും പോലെ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എൻ്റെ ക്ലാസ് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയുള്ളൂ. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.